ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെയൊക്കെ എടുക്കുകയാണ് പതിവ്. പക്ഷെ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കുന്നത് വിഷ്ണുവേട്ടനാണ് കേട്ടോ. വിഷ്ണുവേട്ടൻ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വീഡിയോ എടുക്കാനൊക്കെ തീരുമാനിച്ച് വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയത്. എവിടേക്കോ എന്തൊരു കംപ്ലീറ്റ് ആവാത്ത പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ വൈകുന്നേരത്ത് അമ്മ വിളക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അമ്മ ഈ സൈഡിൽ കുറച്ച് തുണിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു അമ്മയുടെ. അപ്പോൾ അമ്മ ആ തുണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്തോഷമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സന്തോഷമായിട്ടിന് ചെറിയ പനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായി സന്തോഷമായിട്ടിന് പനിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ടുണ്ടായി. ഇന്ന് സന്തോഷമായിട്ടൻ ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇങ്ങനെ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ചെറിയ കുളിരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സന്തോഷമായിട്ടിന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അങ്ങനെ അമ്മ ആ തുണിയെല്ലാം മടക്കി എടുക്കുകയാണ് കേട്ടോ അവിടുന്ന്. അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് വിഷ്ണുവേട്ടൻ, ഞാനാണെങ്കിൽ അകത്ത് ചെറിയൊരു ജോലിയിലായതുകൊണ്ട് വിഷ്ണുവേട്ടനാണ് തുണികൾ എടുക്കണം കേട്ടോ. വിഷ്ണുവേട്ടൻ പൊതുവേ എനിക്ക് തുണി വിരിച്ചിടാൻ ടെറസിൽ വരികയും എൻ്റെ കൂടെ തുണി എടുക്കാൻ വരുന്നതിനൊക്കെ കൂടുതലായിട്ട് എൻ്റെ കൂടെ തുണി വിരിക്കാനാണ് വരാറുള്ളത്. അലക്കി കഴിയുമ്പോഴത്തേനും ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുക ചെയ്യും. അപ്പോൾ തോന്നെ തുണി ഉണ്ടാവും. അപ്പോൾ അതും എടുത്തുകൊണ്ട് എനിക്ക് സ്റ്റെയർ കയറി അത്രയും ദൂരം കയറി പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ള കാരണം വിഷ്ണുവേട്ടൻ വരും. എന്നിട്ട് വിഷ്ണുവേട്ടൻ ഞാനും കൂടെ ഒരുമിച്ച് പോയിട്ടാണ് വിരിക്കുക. ചില ദിവസങ്ങളിലൊക്കെ കണ്ണമ്മ വഴക്കാണ്, അല്ലെങ്കിൽ കണ്ണമ്മോന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്ന സമയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ തിരക്കിലാണെങ്കിൽ വിഷ്ണുവേട്ടൻ തന്നെ കൊണ്ടുപോയിട്ട് അങ്ങ് വിരിച്ചിടും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ താഴത്ത് വിരിച്ചിട്ടായിരുന്നു. കാര്യം മുകളിലേക്ക് എടുക്കാൻ മാത്രമുള്ള ഒത്തിരി തുണികളില്ലാത്തതുകൊണ്ട് ഞാനത് താഴത്ത് തുണിയെല്ലാം വിരിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ അകത്ത് ഞാൻ കണ്ണമ്മോന് എന്തോ ഉണ്ടാക്കുക പിടിക്കുക എന്തോ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് വിഷ്ണുവേട്ടൻ പറഞ്ഞു വിഷ്ണുവേട്ടൻ തുണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ നേരെ തുണി എടുക്കാൻ ഇപ്പുറത്ത് വന്ന് തുണിയെല്ലാം പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇനി ഇരുന്നേക്കുന്നത് തുണി മടക്കാനാണ്. കാര്യം ഒത്തിരി തുണി മടക്കാനുണ്ട്. വിഷ്ണുവേട്ടനാണെങ്കിൽ തുണി വിരിച്ചത് എടുത്തോണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് തുണിയൊക്കെ മടക്കിയിട്ട് വരാം. അതേ വരുന്നല്ലോ. ഇങ്ങോട്ടോ ഇല്ല, ഞാൻ മടക്കിക്കോളാം കേട്ടോ. ഞാൻ മടക്കിക്കോളാം. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ തുണി വിരിച്ചിട്ട് തുണി വാഷിംഗ് മെഷീനിലിട്ട് ഒത്തിരി തുണി ഉണ്ടായിരുന്നു കേസ്. അപ്പോൾ അതെല്ലാം അലക്കി വിരിച്ചിട്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിഷ്ണുവേട്ടൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതായിരുന്നു വിഷ്ണുവേട്ടൻ എടുത്തുകൊണ്ട് വന്നതാണ്. മിക്കവാറും എടുക്കാറല്ല, മിക്കവാറും വിരിക്കാറ്. മുകളിൽ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണുവേട്ടനാണ് കൊണ്ട് വിരിച്ചു തരുന്നത് കേട്ടോ. എടുക്കുക ഞാൻ തന്നെ എടുക്കുന്നത്. വിഷ്ണുവേട്ടനാണ് എനിക്ക് വിരിച്ചു തരുന്നത്. അപ്പോൾ എടുക്കുക ഞാനാണ് അധികം എടുക്കുന്നതൊക്കെ. ഇതാമ്പുടുവിൻ്റെ നിക്കറ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കേട്ടോ. കാര്യം ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇതൊന്നും ഇങ്ങനെയൊക്കെ തീരും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും വീട്ടിലൊക്കെ സമ്മതിക്കാത്ത സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അത് പറയുമ്പോൾ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ, താട്ടനായിട്ടുണ്ടായ വഴക്ക്, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, ഇവിടം കൊണ്ടെല്ലാം തീർന്നു, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊക്കെ കരുതിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ പ്രശ്നങ്ങൾ, താട്ടൻ്റെ ഓട്ടോ ഓടിക്കൽ, അതിൻ്റെ ഇടയ്ക്ക് ഓട്ടോ കാശ് പ്രശ്നം, പ്രഷർ, ലോണ്, അത് ഇത് ഒക്കെ ഭയങ്കരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളിൽ നടുക്ക് നിന്നപ്പോൾ അതെ ഫിനാൻഷ്യലി ഒരുപാട് ഡൗൺ ആയ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ വിചാരിച്ചു ഇനിയൊരു കയറിപ്പോക്കില്ല, വീണു തകർന്നു പോയി എന്നും പറഞ്ഞുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതുപോലെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും, നമ്മളിങ്ങനെ ആഗ്രഹിച്ച ഒരു ലൈഫ് നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നിരുന്നത് അമ്മ തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു അവസ്ഥയിൽ നമ്മൾ തളർന്നു പോകുന്ന ഏതൊരു സാഹചര്യത്തിൽ നമുക്കൊരു താങ്ങായിട്ട് തണലായിട്ട് ഒരാളുണ്ടാവുമല്ലോ. സോ അങ്ങനെ കൂടെ നിന്നത് അമ്മ തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ സാഹചര്യം വരുമ്പോഴും നമ്മൾ ഓരോ വിഷമം പറയുമ്പോഴും അമ്മ അതിനോരോ സൊല്യൂഷൻ പറയുമായിരുന്നു. അപ്പോൾ അന്ന് ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നൊരു സാഹചര്യത്തിലായിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് ജ്യോതിഷം എന്തെങ്കിലും നോക്കിയാലോ എന്ന് കേട്ടോ. കാര്യം എനിക്ക് തോന്നുന്നു പൊതുവേ വീടുകളിലൊക്കെ അമ്മമാർക്കായിരിക്കും ഇത്തരം കാര്യത്തിൽ കുറച്ചും കൂടെ വിശ്വാസമുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ വീട്ടിലാണെങ്കിലും മനസ്സിലാമിക്കാണ് കേട്ടോ കൂടുതലും ഈ ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്കൊന്നും വിശ്വാസം ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടെ അധികം വിശ്വാസമുള്ളത് അമ്മയ്ക്കായിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം വീട്ടിൽ വന്നപ്പോഴത്തേനും താട്ടൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ താട്ടൻ്റെ ഫ്രണ്ടാണ് താട്ടൻ്റെ ഇങ്ങനെ ആസ്ട്രോ ടോക്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്ന് നമുക്കിപ്പോൾ ഈ പുറത്തൊക്കെ പോയി നോക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊരിതുണ്ടാവില്ലേ. സോ അപ്പോൾ അത് കാരണം വീട്ടിൽ വന്ന് ഞങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ അവിടെ സംസാരിച്ചൊരു ആളെന്ന് പറഞ്ഞാൽ പല്ലവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജ്യോതിഷമായിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ചെന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ നക്ഷത്രവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചോദിച്ചതിന് ശേഷം ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു ട്രസ്റ്റ് തോന്നി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ഫാമിലിക്കും, അതായത് നമ്മുടെ 3-4 പേർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് കോൺടാക്ട് ചെയ്ത ഒരാൾ നമ്മുടെ അടുത്ത് പറയാമെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര അത്ഭുതമായിരിക്കുമല്ലോ. സോ അങ്ങനെ പറയണ്ടായിട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്കത് ഭയങ്കര വിശ്വാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്കൊരു 9 ദിവസത്തെ ഒരു വഴിപാട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. കാര്യം നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഫിനാൻഷ്യലി ഇഷ്യൂസ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലേ, ഇന്ന രീതിയിലൊക്കെയാണ് കല്യാണം ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും ആയില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 9 ദിവസം അവർ പറയുന്നത് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരമാവുമെന്നും പിന്നീട് സമാധാനം ഉണ്ടാവും എന്നും അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ ആ ഒരു 9 ദിവസം അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല രീതിയിൽ ഗുണമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മുടെ കടങ്ങളൊക്കെ ഒതുങ്ങാനൊരു സോഴ്സ് ഉണ്ടായി. അതായത് നമ്മുടെ അടുത്ത് അപ്പോഴേ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് ആ വഴിക്ക് തന്നെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ. സോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആ വഴിക്ക് തന്നെ യൂട്യൂബൊക്കെ തുടങ്ങിയ നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറി നമ്മുടെ കല്യാണം നടക്കുക. നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ ഗോൾഡൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ആ കല്യാണം നടത്താൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന സാഹചര്യത്തിൽ വളരെ നന്നായിട്ട് കല്യാണം നടത്താനും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും എല്ലാത്തിനും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും സാമ്പത്തികമായിട്ടോ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണം നടക്കാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്ട്രോ ടോക്കായിട്ട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുക. നിങ്ങൾ നമ്മുടെ ലിങ്ക് വഴി കയറി നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ചാറ്റ് സൗജന്യമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ തുണി മടക്കി ബാക്കി തീർത്ത് വിഷ്ണുട്ട അപ്പോൾ അതിന് പകുതി മടക്കി തീർത്തിട്ട് അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോട്ടെ. അമ്പുടൂനെ പുറത്ത് ഇരുത്തി ഇറക്കാണ്. ഗൈസ്, അപ്പം അമ്മ ഇവിടെ ചീര നനയ്ക്കുകയാണ്. ഇത് അമ്മയുടെയും സംരംഭമാണ് ചീര. ഇത് പക്ഷേ ഒരിടയ്ക്ക് അമ്മ ഇത് മറ്റേ അന്ന് പുഴുവാക്കിയിട്ടൊക്കെ പോയിട്ട് പിന്നെ രണ്ടാമത് വന്നതല്ലേ. ഇവിടെ ഇത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ മറ്റേ പുഴു ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓമരപ്പുഴു എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ഇവിടെ പറയുന്ന ആട്ടാമ്പുഴു എന്നല്ലേ, ആട്ടാമ്പുഴു അല്ലേ അമ്മ? അപ്പം അങ്ങനത്തെ ആ ഒരു പുഴു നിറയെ പുഴു കയറിയേക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കത്തിച്ചു എല്ലാം ഇങ്ങനെ കത്തിച്ചു ഓലക്കൊടി വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചു പോയി, മുഴുവൻ പോയി. ഒരു ദിവസം വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നേ. പിന്നെ പക്ഷേ ഇങ്ങനെ തളിർത്ത് വന്നായിരുന്നു. ഇപ്പം നല്ല വൃത്തിയായിട്ട് വന്നു. എനിക്ക് തോന്നുന്നു അതിന് ശേഷം വന്നായിരുന്നു നന്നായിട്ട് വന്നതെന്ന്. അതിന് മുന്നേ വന്നത് പൊട്ടയായിരുന്നു. പൊട്ട മീൻസ് ഇത്രയും നല്ല ഇതായിട്ട് തോന്നിയില്ലായിരുന്നു. ഇപ്പോൾ രണ്ടാമത് വന്നത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ചീരയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത് എനിക്ക് ചൂട് ചോറും ചീരത്തോരനും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ചൂട് ചോറും ചീരത്തോരനും ആയിരുന്നു. ഇപ്പോഴൊക്കെ ഇഷ്ടമാട്ടോ. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ഇനി ഇല്ലാതാകുമ്പോൾ എവിടെയെങ്കിലും കണ്ടു കഴിയുമ്പോൾ വാങ്ങിക്കും. എനിക്ക് പൊതുവേ ഇഷ്ടം. എങ്ങനെ പറയുന്ന കേൾക്കാം, മറ്റേ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് നല്ലതാണ്, പാലുണ്ടാവും, ചീര മുരിങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാലുണ്ടാവും എന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പം ഞാനങ്ങനെ കുറച്ച് കൂടുതലായിട്ട് എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നുണ്ട് അന്നും അത്. അപ്പം അമ്പുട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി അവിടെ എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് കളിക്കുക. അവനിപ്പോൾ ഓടി നടന്ന് കളിക്കാൻ തുടങ്ങിയതിന് ശേഷം അവനിപ്പം തറ നിൽക്കത്തില്ല. വൈകുന്നേരമായി അപ്പം പുറത്തിറങ്ങും, പിന്നെ അങ്ങ് കളിയാണ്. ഇപ്പം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പം അമ്മയുടെ ഇരുന്ന പൈപ്പൊക്കെ മേടിച്ച് ആശാൻ തന്നെ നനയ്ക്കൽ തുടങ്ങിയത്. എന്തിപ്പോൾ അവിടെ എന്തുമ്പോൾ തിരിപ്പ് പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് അവനത് മറന്നു പോയേക്കാണ്. അപ്പം അത് അവനങ്ങനെ നനച്ചോണ്ടിരിക്കട്ടെ. ഞാനിവിടെ അങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. കട പിടിച്ച് നിൽക്കും ആശാൻ അവിടെ. അമ്പുടോ ഡാ ഒരു ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, അമ്മയെ നോക്കിയിട്ട് പറ. അമ്മയെ നോക്ക്, ഹായ്. അമ്പുടേ ദേ വണ്ടിയാണത്, വണ്ടിയാണത്. ഇരി, അമ്മ വലിക്കൂ. ഇരുന്നേ, ഇരി, കേറി ഇരി, ഇരിക്ക്. അകത്തിരിക്ക്, കാല് വെളിയിലിടാതെ. ആ കാലകത്തിട്.
ആ നീ പിടിക്ക്. ഇവിടെ പിടിച്ചോണേ. ആ ഇതേ പിടിച്ചോണേ. അമ്മയെ പിടിച്ചേ. ആ പിടിച്ചോണേ. മുറുകി പിടിക്കണേ. ഇതേ പിടിച്ചോ. ഇതേ പിടിച്ചോ. പിടിച്ചോ. രണ്ട് കൈ കൊണ്ട് പിടിച്ചോ. ഇപ്പുറത്തുനിന്ന് എടുത്തോട്ട് എടുക്കാൻ വലിയ ചരിയും കണ്ട. ഈ സൈഡിൽ നിന്ന് 2 ഓല ഇട്ട് ആ സൈഡിൽ നിന്ന് 2 ഓല ഉള്ളു വെച്ചത്. പിടി. ആ ഇതേലും പിടിച്ചോണേ. മുക്കി പിടിച്ചോണേ. വീഴരുത്. വിടരുത് കേട്ടാ. വിടരുത്. പിടിച്ചോണേ. വലിക്കാൻ പോവാണേ. കീക്കി ബൈ 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 ടാറ്റാ ബൈ. വെള്ളം നനയ്ക്കാൻ പോയടത്ത് വേറെ ഇടത്തോട്ട് ആ ഞാൻ വന്നപ്പോ ഒരു പാള കിടക്കുന്നു. പിടി പിടി ഇല്ല വീഴും. ഇച്ചിരി വലിപ്പിക്കാനെങ്ങാണ്ട് എടുത്തിട്ടതാ. ആ എന്നിട്ട് ഇതേ പിടി. മോനിതേ പിടി. ആ അതുകൊണ്ട് അമ്പടൂന് എടുത്ത് ഉരുസാറായി. ഞാനെന്നിട്ട് എടുത്ത് കൊടുത്ത്. ടാറ്റാ കീക്കി പറ. വണ്ടി ഓടിക്കി. കീക്കി പിടിക്ക് പിടിക്ക്. ഞങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കളി. പാളയവലി. പാളയവലി എനിക്കും ഇഷ്ടം. എന്നെയും കുഞ്ഞിലെ താട്ടനെ ഇരുത്തി ഇതുപോലെ പാടത്തു കൂടെ വലിച്ചോണ്ട് പോവായിരുന്നു. ബൈ. പണ്ട് ഞങ്ങളുടെ വീട് ഓല വീടായിരുന്ന സമയത്ത് ഞങ്ങള് ഈ ചാണകമൊക്കെ തേമ്പി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ വടിച്ച് എടുക്കുന്നത്. മുറിച്ച് കഷ്ണങ്ങളാക്കും അമ്മ. ടാറ്റാ. അമ്മൂ എന്ത് പറ്റി അമ്മൂന്? ചന്തിയില് കല്ല് കുത്തുന്നോ? അതൊക്കെ അതാ എക്സ്പ്രഷൻ. പിടിക്ക്. ടാറ്റം ടാറ്റം ബൈ. എടി കായി കുഞ്ഞു തേടി വണ്ടിയിൽ വരുന്ന്. കായി ടാറ്റം ബൈ. കായി പൊന്ന് കായിനെ വിളിച്ച അമ്മടോ. കായ് ചേച്ചിനെ വിളിച്ചേ. അവൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അവന് ഇഷ്ടമാണ് ഇത്തരം കളികളൊക്കെ. എണീക്കത്തില്ലേ? എണീറ്റ് ഇങ്ങോട്ട്. ആഹാ എണീറ്റ് മാറത് എന്റെയാ. അത് മാറത് എന്റെയാ. അപ്പൊ ഗൈസ് നമ്മുടെ വിഷ്ണുട്ടൻ്റെ ഉറ്റ സുഹൃത്തും സഹപാഠിയുമായ ഏട്ടൻ്റെ ചങ്കും ചോരയുമായ നമ്മുടെ ടോബി കുട്ടിനെ പുറത്തിറക്കാൻ പോവാണ്. ടോബി വെയിറ്റ്. ഓക്കെ ഗോ. കണ്ടോ ഗൈസ്, ചേട്ടൻ പറഞ്ഞാൽ കേൾക്കുന്നൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞാലാണ് സാധാരണ ടോബി കേൾക്കാറുള്ളത്. അതെ അവനിപ്പോൾ ഓടി വരും എൻ്റെ അടുത്തോട്ട്. അവൻ ചീച്ചി മുള്ളി. കോഴിയെ കാണിക്കണോ വിഷ്ണുട്ടാ? വിഷ്ണുട്ട് നമ്മൾ പുതിയ കോഴി മേടിച്ച് കാണിക്കാൻ. ദേ പട്ടി ആദ്യം ഓടിപ്പോന്ന് കോഴിയുടെ അടുത്തേക്ക്. അതേണ്ട പോകുന്നേട്ട് ഏട്ടൻ പട്ടീനെ അപ്പിയിരിപ്പിക്കുക. പട്ടീന്ന് അറിയരുത് കേട്ടോ. ടോബീനെ അപ്പിയിരിപ്പിക്കാനും ശുശു മുള്ളിക്കാനൊക്കെ കൊണ്ടുപോവാണ് നമ്മൾ. ഇനി ഞാൻ കുറച്ച് കോഴികളെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 എണ്ണം അല്ലേ വിഷ്ണുട്ടാ? 10 കോഴിയെ മേടിച്ചായിരുന്നു. 10 നമ്മൾ മേടിച്ചായിരുന്നു. നമ്മൾ ലീലാമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്താൽ ലീലാമ്മയ്ക്ക് കളിച്ച് ചിരിച്ച് ഓടി പറന്ന് നടക്കാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ബാബ അമ്പടൂന് ഭയങ്കര ഇഷ്ടമാണ്. അമ്പടൂ കോഴിക്ക് ബാബ എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ അമ്മ ബാബ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കും. അതെ, ഇത് ആരുടെ കോഴി വയ്ക്കുമ്പോൾ അവൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും എൻ്റെയാന്ന് ഇങ്ങനെ പറയും. പക്ഷേ അത് വേറെ ആരുടെയിലാണെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര കരച്ചിലായിരിക്കും. കൊഞ്ചിടാമേ. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പൊതുവേ വൈകിട്ട് എനിക്കൊരു ചുമയുണ്ട് ഗൈസ്, കണ്ണമ്മോൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെയും വൈകുന്നേരത്തും വിളക്ക് വെക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെ വിളക്ക് വെക്കാൻ പറ്റാറില്ല. അപ്പോൾ അമ്മ വൈകിട്ട് വിളക്ക് വെക്കുമ്പോൾ അമ്മയും വെക്കും, ഞാനും വെക്കും. അധികം അമ്മയുള്ളപ്പോൾ അമ്മയാണ് വെക്കുന്നത് കേട്ടോ. കാര്യം അമ്മ വൈകിട്ട് നാമമൊക്കെ ചൊല്ലുന്നതുകൊണ്ട് അമ്മ വിളക്ക് കത്തിച്ച് അവിടെ ഇരുന്ന് നാമമൊക്കെ ചൊല്ലും കേട്ടോ. അപ്പോൾ അമ്മ എങ്ങാനും വീട്ടിലില്ല, പുറത്ത് പോവുക, അല്ലെങ്കിൽ അമ്മ സമയത്ത് എന്തെങ്കിലും ചീരയ്ക്ക് വെള്ളം ഒഴിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിട്ട് വീട്ടിലില്ല, പുറത്തെങ്ങാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി ഞാൻ തന്നെയാണ് വിളക്ക് വെക്കും. അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ വിളക്ക് വെക്കുന്നത്. അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് ഇന്ന് നാമം ചൊല്ലിയതില്ല. എനിക്ക് തോന്നുന്നു
ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല, മറ്റേ നാമം ചൊല്ലുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് അധികം ബുക്ക് നോക്കി അമ്മ വരുന്ന ഇങ്ങനെ വായിക്കും. നല്ല രസമാണ് ആ സമയത്ത്. അപ്പോൾ ആ കണ്ണമോനും ചെന്ന് അമ്മയുടെ മടിയിരിക്കും. എന്നിട്ട് അമ്മയുടെ ബുക്കിലെ ചിത്രങ്ങളും പടങ്ങളൊക്കെ നോക്കി അവനിങ്ങനെ കൂടെ ഇരിക്കും കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഞാൻ അകത്തിരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ അമ്മ അപ്പുറത്തോട്ട് പോയി എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അകത്തും കയറി അങ്ങനെ ഇരുന്നു.